വ്യൂവേഴ്സ്, നമുക്കിന്ന് വെളുത്ത് സുന്ദരി മണികളായാലോ? അതിനായിട്ട് നമ്മൾ വീട്ടിലും വീട്ടുമുറ്റത്തൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഇങ്ങനെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. മെയിനായിട്ട് വേണ്ടത് നമുക്കിതിലേക്ക് തുളസിയിലാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ നിൽക്കുന്ന തുളസിൻ്റെ ഇല. അത് കുറച്ചെടുത്തിട്ട് ഇലകളൊക്കെ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറ്റാർവായും കൂടെ വേണം. കറ്റാർവായൻ്റെ കറൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രം നമ്മളിത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ. തക്കാളിൻ്റെ ഈ ഒരു പൾപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ പുറം ഭാഗത്തുള്ള തൊലി നമ്മൾ എടുക്കണില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു സംഭവമാണ് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് ടൈറ്റ് ആക്കണ്ടേ. ലൂസിൽ ഇങ്ങനെ തന്നെ ഇട്ടെടുക്കണം എന്ന് ഇഷ്ടമുള്ളവർ ഇങ്ങനെ തന്നെ ഇടുക കേട്ടോ. ഇങ്ങനെ ഉറ്റി പോകുന്ന പ്രശ്നമുള്ളവർ അതിക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ എടുക്കുന്ന തുളസിൻ്റെ ഇലക്കും നിങ്ങളെ ഫേസിനും ആവശ്യമായ അത്ര എടുക്കുക കേട്ടോ തുളസിൻ്റെ ഇല. അങ്ങനെ ഞാനിതാ അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മളെ മുഖത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ്. ഈ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോവാതെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളെ മുഖം ഒന്ന് തുടിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടത്. അതും നമ്മളെ വീട്ടുമുറ്റത്തുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ കറ്റാർവായ അലർജി ഉള്ളവർ അത് എടുക്കണ്ട കേട്ടോ. അതൊന്ന് നോക്കുക. ആദ്യം കയ്യിലൊക്കെ തേച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നിട്ട് മാത്രം കറ്റാർവായ എടുക്കുക കേട്ടോ. എനിക്കൊന്നും ആദ്യം പറ്റിയിരുന്നില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ പുതിയ സുന്ദരി കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തുളസിയിലെ വീട്ടിലുള്ളവരൊക്കെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ച് ഇങ്ങനെ നിട്ടെടുത്താൽ മതി. മുഖത്ത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതൊക്കെ മുഖത്തിട്ട് ഒന്ന് വലിയാൻ വെക്കുന്ന ടൈം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ തൊലി നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കോഴിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു കോഴി തിന്നുണ്ടോയെന്ന്. അപ്പോൾ ആൾ ഈ തക്കാളീൻ്റെ തൊലി തിന്നുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അതിനെക്കൊണ്ട് തീറ്റിക്കലായിരുന്നു അടുത്ത പണി. ഇങ്ങനെ എന്തെങ്കിലും മുഖത്തിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് പിന്നെ വെളുക്കണമല്ലോ, ഒന്ന് സുന്ദരി ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചങ്ങോട്ട് നിൽക്കലാണ്. അങ്ങനെ ഇതാ അടുത്ത പണി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അപ്പുറത്ത് പോയി ഇരുന്നിട്ടാണ് പിന്നെ ചെയ്തത്. അങ്ങനെ ഒരു 4-5 എണ്ണം കഴിക്കാൻ കോഴിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. നല്ല ഉഷാറായിട്ട് എന്നെ കൊടുത്തത് മുഴുവൻ കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിന്നെ അങ്ങനെ നോക്കുന്നുണ്ട്, ഇവളെ മുഖത്ത് എന്താ ഇപ്പോൾ ഇത് എന്നും ഇല്ലാത്തത് കുറേ വാരി തേച്ചേക്കണമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നണേ. അങ്ങനെ പിന്നെ ആൾക്ക് മതിയായിട്ടാ. മടുത്ത ആൾ ഞാൻ ഇട്ടതൊക്കെ അവിടെ തന്നെ കെടുക്കുന്നുണ്ട്. ആൾ പിന്നെ അറിയാത്ത ഭാവത്തിൽ എനിക്കതൊന്നും വേണ്ടാവെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ് കേട്ടോ. അങ്ങനെ ഇവനൊറ്റൊരുത്തുള്ളൂ, മറ്റവനെ കാണാനുമില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ സഹി കെട്ടിട്ട് ഇതാ മുഖത്തുള്ളത് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കഴുകി കളയാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ കഴുകി കളയണതിൻ്റെ മുന്നായിട്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുകുമ്പോൾ സോപ്പ് അങ്ങനത്തെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ച് കഴുകണ്ട. സാധാ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ കഴുകിയിട്ട് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് ഒരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ ഫേസിൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടൊന്ന് തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുളസിൻ്റെ ഇലയൊക്കെ വീട്ടിലുള്ളവർ അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സുന്ദരിമണികളാവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഓരും കൂടെ എങ്ങനെയൊക്കെ ഒന്ന് തേച്ച് സുന്ദരി ആവട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ സുന്ദരിമണികൾക്കും ബൈ.